യോഹന്നാന് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കും. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. 2-ാം അധ്യായത്തിന്റെ 13-14 യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട്, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചാ പറഞ്ഞത്, ശ്രദ്ധിക്കുക. 4-ാം അധ്യായത്തിന്റെ 13-14 ഞാൻ എടുത്തു വെച്ച പേജ് മാറിപ്പോയി. ഓക്കെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13-14 വാക്യം. യേശു അവളോട്, അതെ, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച്. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. നല്ല കർത്താവേ, ഒത്തിരി പ്രതീക്ഷയോടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠമായിരിക്കുന്നു. കേട്ടുമടുത്ത ഒത്തിരി ശബ്ദങ്ങളുടെ മുമ്പിൽ ഇന്ന് രാത്രി നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായ ഒരു പരിവർത്തനം വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊന്നുകൂടെ ഞങ്ങളെ കാണുവാൻ, ദൈവത്തിങ്കിലേക്ക് ഒന്നുകൂടെ അടുക്കുവാൻ, ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ, ദൈവത്തിനായി ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ ഈ രാത്രിയിലത്തെ വചനം ഞങ്ങൾക്ക് ഇടയാക്കണം. മുഴുമഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും നമ്മുടെ ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. വളരെ സുപരിചിതമായ വേദഭാഗം. ഒരു പക്ഷേ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ നമ്മൾ കേട്ട, നമ്മുടെ യുവജനങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ ഒക്കെ ആനിവേഴ്സറി വാർഷികത്തിന് സ്റ്റേജിൽ സ്കിറ്റായിട്ട് അവതരിപ്പിച്ച ഒരു കിണറ്റുകരയിൽ നിൽക്കുന്ന ഒരു പെണ്ണും അവരുടെയൊക്കെ സംസാരിക്കുന്ന ഒരു യേശുവിനെയും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള സ്കിറ്റുകൾ കാണാത്ത കുഞ്ഞുങ്ങൾ പോലും കാണത്തില്ല. അത് സമുദായത്തിലായിരുന്നപ്പോഴും നമ്മൾ വേർപെട്ട ദൈവമക്കളായി തീർന്നപ്പോഴും ഒക്കെ കേട്ട് പരിചയപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എനിക്ക് തന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താ പറയാൻ പോകുന്നതെന്ന് എന്നെക്കാട്ടി നന്നായിട്ട് അറിയാവുന്നവരിരിക്കുന്നത്. പക്ഷെ ഞാൻ ആ ഭാഗമൊന്നും ഇന്ന് രാത്രി പറയുന്നില്ല. ഞാൻ പറയാൻ വരുന്നത് വെറും 4 കാര്യങ്ങൾ മാത്രം. 1, കിണറല്ല വലുത്, ഉറവയാണ് വലുത്. സ്തോത്രം. കിണറുകൾ ഉണങ്ങാം, കിണറുകൾ വറ്റാം. അതുകൊണ്ട് വറ്റിപ്പോകുന്ന പൊട്ടക്കിണറാകുന്ന കിണറിൽ നീ ആശ്രയിക്കാതെ വറ്റാത്ത ഉറവയിൽ ആശ്രയിക്കണം. 2, നിന്റെ പഴയ കാലത്തെ നീ ഇന്ന് രാത്രി ഒന്ന് ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. 3, നിന്റെ കുറവുകളെ നീ ഇന്ന് രാത്രി ഒന്ന് ധ്യാനിക്കണം. 4, ഉടയവനെ നീ രാത്രി കണ്ടെത്തണം. ഞാൻ മഷിക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി യോഗത്തിൽ നിന്ന് മടങ്ങിപ്പോകണം. സന്തോഷമുണ്ട് ഒരിക്കലും കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. നമ്മളിന് മറ്റ് ഒത്തിരി വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 4 കാര്യം പറയുന്നത്. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, 1, കിണറല്ല വലുത്, ഉറവയാണ് വലുത്. പ്രൈസ് ദി ലോർഡ്. 2, നിന്റെ പഴയ കാലത്ത് വെള്ളം ഞാൻ നിനക്ക് തരാം, പക്ഷെ നീ ഭർത്താവിനെ വിളിച്ചോണ്ട് വരണം. അവിടെ പഴയ കാലത്തിലേക്ക് ദൈവം അവിടെ നിന്ന് മടക്കി കൊണ്ടുപോയി. ഞാൻ ഈ വേദപുസ്തകം ഇങ്ങനെ ശാന്തമായിട്ട് വായിക്കുന്ന ഒരാളാണ്. ഒരു
സ്ത്രീയോട് തമ്പുരാൻ ഇത്രയേറെ സമയമെടുത്ത് സംസാരിച്ച ഒരു ചരിത്രം പുസ്തകത്തിൽ വേറെയില്ല. സ്തോത്രം. അബ്രഹാമിന്റെ ഭാര്യ സാറയോടോ, അതല്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥിച്ച ഹന്നയോടോ, അതല്ലെങ്കിൽ മരുഭൂമിയിൽ പോയി നിലവിളിച്ച ഖാഖറിനോടോ, ഇങ്ങനെയുള്ള ആരോടും കർത്താവ് ഇത്രയേറെ സമയം, കർത്താവ് ഏറ്റവും കൂടുതൽ സമയം ആഹാരം കഴിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തത് മാർത്തയുടെയും മറിയുടെയും വീട്ടില്ല. അവരോട് പോലും ഇത്ര നീണ്ട സമയം ഒരു പ്രസംഗം നടത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ ഒരു സ്ത്രീയോടുള്ള ഏറ്റവും ദൈർഘ്യമുള്ള സംഭാഷണമാണ് യോഹന്നാൻ മാത്രം എടുത്തെഴുതിയിരിക്കുന്ന 4-ാം അധ്യായത്തിലെ കാര്യം. പ്രൈസ് ദി ലോർഡ്. യഹൂദന്റെ ഭൂപ്രദേശം ഒരു 457 മൈൽ നീളവും ഒരു 53 മൈൽ വീതിയുമുള്ള ഒരു കൊച്ചു രാഷ്ട്രമാണ്. കേരളത്തെ കാട്ടി ചെറിയൊരു രാജ്യം. അതിപ്രധാനപ്പെട്ട 3 സ്റ്റേറ്റുകളാണ്: യഹൂദിയ, ശമരിയ, ഗലീല. ഇതിന്റെ തുടക്കം നമ്മൾ വായിക്കുന്നത് യേശു യഹൂദിയ ദേശം വിട്ടു, എന്നിട്ട് ഗലീലയ്ക്ക് പിന്നെയും യാത്രയായി. അപ്പൊ അതിന് മുമ്പ് കർത്താവ് ഗലീലയ്ക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധയ്ക്ക് വേണ്ടി വായിച്ചു. അനിൽ പാർഷേ 4-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. അവൻ യഹൂദിയ ദേശം വിട്ടു പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അതെ, വായിച്ചു. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ആ യാത്രയിൽ അവന് ഗലീലയ്ക്ക് പോവുകയാണ്. പക്ഷേ പോകണമെങ്കിൽ ശമരിയിൽ കൂടെ പോകണം. അങ്ങനെ യാദൃച്ഛിക ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേപ്പിന് കൊടുത്ത നിലത്തിനരികെ. ഈ കൊച്ചു കഥയ്ക്കകത്ത്, ഈ സംഭവത്തിനകത്ത് യഹൂദയുണ്ട്, ശമരിയുണ്ട്, ഗലീലയുണ്ട്, യാക്കോബുണ്ട്, യോസഫുണ്ട്, സൂഹാറുണ്ട്, അവിടുത്തെ കിണറുണ്ട്, ശമരിയക്കാരിയുണ്ട്. ഒടുവിലേക്ക് വരുമ്പോൾ ശമരിയ പട്ടണം മുഴുവൻ അവിടെയുണ്ട്. ഒരു കൊച്ചു തുടക്കത്തിൽ നിന്ന് ഒരു വലിയ സംഭവമായി മാറുന്ന ഒരു പ്രഭാഷണമാണ് നമ്മൾ ഈ 4-ാം അധ്യായത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് സുവിശേഷകന്മാരായ മത്തായി, മർക്കോസ്, ലൂക്കോസ് അവരാരും എഴുതാത്ത ചില കാര്യങ്ങൾ, അവരെ പരിശുദ്ധാത്മാവ് മറച്ചതോ അവരെ കൊണ്ട് എഴുതിപ്പിക്കാതെ പരിശുദ്ധാത്മാവ് വിടിയിപ്പിച്ചതോ ആയ ചില വിഷയങ്ങൾ എടുത്തെഴുതിയിരിക്കുകയാണ് ധന്യനായ യോഹന്നാൻ. യോഹന്നാൻ എഴുതിയ ഈ സംഭവം മറ്റാരും എഴുതാത്തൊരു സംഭവം. യേശു യഹൂദദേശം വിട്ടു, അവന് ഗലീലയിലേക്ക് യാത്രയായി, ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോകുന്ന പോക്കിൽ യാക്കോബ് യോസഫിന് കൊടുത്ത കിണറിന്റെ അരികിൽ വന്നു. അവിടെ വന്ന് അവൻ ഒരു നട്ടുച്ച നേരം ദാഹിച്ചിട്ട് ഇരിക്കുമ്പോൾ ശിഷ്യന്മാര് ആഹാരം കൊള്ളാനായി അടുത്തുള്ള പട്ടണത്തിലേക്ക് പോയി. അവർ പോയി മടങ്ങി വരുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഒന്ന് അടുത്ത വാക്യം ഒന്ന് വായിച്ചത് ദേവദാസനെ. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഒരു ശമരി സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, യേശുവിന് ക്ഷീണം ഉണ്ടാവോ? ഹലോ, യോഹന്നാൻ എഴുതിയേക്കാണ് വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു കിണറിനരികെ യേശു ഇരുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. മനസ്സിന് ക്ഷീണമുള്ളവരാന്ന് എല്ലാവരും കാണുമ്പോൾ എനിക്കറിയാം. നമുക്കൊക്കെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ, വേരിക്കോസോ വൈറൽ ഫീവറോ ഏതെങ്കിലുമൊക്കെ കാരണത്താലൊക്കെ നമുക്ക് ശാരീരിക ക്ഷീണവും, അതിലേറെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളുടെ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വേറെയൊക്കെ ആയിട്ട് നമുക്കെല്ലാം ഒത്തിരി ക്ഷീണമുള്ളവരാണ്. നമ്മൾ ക്ഷീണമില്ലെന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഭയങ്കര ക്ഷീണമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരുടെ വിഷയത്തിൽ ഇടപെടുമ്പോൾ മനസ്സിലാകും. വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറുമായിട്ട് ഞാൻ ഇന്നലെ ദീർഘമായ മണിക്കൂറുകൾ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വന്ന, ഞാൻ ഡോക്ടറെ കാണാൻ പോയതല്ല, ഡോക്ടർ എന്നെ കാണാൻ വന്ന
സ്തോത്രം. ഞാൻ സംസാരിച്ചപ്പോ നമുക്കൊന്നും വലിയ പ്രശ്നമില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അവരുടെ കഥയെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളേ അല്ല. 2 നില വീടുണ്ട്, ബെൻസ് കാർ ഉൾപ്പെടെയുള്ള 3 കാറുണ്ട്, എല്ലാ സംവിധാനങ്ങളുള്ള 2 വീടുണ്ട്, എല്ലാ സംവിധാനങ്ങളുള്ള ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരാളിൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ കെട്ടഴിച്ചിട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെയാണ് എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രോഗമെല്ലാം ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നു ഡോക്ടറെ സഹായിക്കണേന്ന് പറയുന്ന ആളുകൾക്ക് നമ്മളെക്കാട്ടി പ്രശ്നമാണ്. ഇവിടെ യേശു ക്ഷീണിച്ചു. ഞാൻ ദൂതിലേക്ക് വരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരുടെയും ക്ഷീണം തീർക്കുന്നവൻ ഈ ലോകത്തിൽ 3.5 വർഷം തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്ന അവസരത്തിൽ ക്ഷീണിച്ചു. സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഇന്ന് രാത്രി നിന്റെ ക്ഷീണം അറിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അഖിലാണ്ടത്തെ ഒരു വാക്കിൽ ഉളവാക്കിയ യേശു നടന്ന് ക്ഷീണിച്ചു. ഒരു കിണറിന്റെ കരയിലിരുന്നു, ദാഹിച്ചു. അപ്പോൾ അടുത്ത വാക്യം, അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അപ്പം നട്ടുച്ച നേരം. ഈ 6 മണി എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദനെ സംബന്ധിച്ച് നട്ടുച്ച നേരമാണ്. നട്ടുച്ച നേരമാണ് 6 മണി നേരം. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു സമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ഒരു മനുഷ്യ സ്ത്രീയോട്, അത് സമൂഹത്തിൽ അറയ്ക്കപ്പെട്ട വെറുക്കപ്പെട്ട ഒരു വ്യക്തിയോട്, ജീവന്റെ ഉറവയായ ദൈവം ക്ഷീണിച്ചിട്ട് കിണറ്റുകരെ വന്ന് കുത്തിയിരുന്നിട്ട് വെള്ളം കോരാൻ വന്നൊരു സ്ത്രീയോട് ചോദിക്കാൻ അല്പം വെള്ളം കുടിക്കാൻ തരുമോ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയാണോ? നിങ്ങൾക്ക് ഭാവനയിൽ ഇതൊന്ന് ചിന്തിക്കാനൊക്കെ. തമ്പുരാൻ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പാറയ്ക്കകത്ത്, തീക്കൽപ്പാറയ്ക്കകത്ത്, തീക്കൽപ്പാറ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഏത് വെള്ളം വീണാലും ഈ തട്ടുകടയൊക്കെ പോകുന്നിടത്ത് നമ്മൾ കാണുമ്പോഴോ 8 ദോശയൊക്കെ ഒന്നിച്ചുണ്ടാക്കുന്ന വലിയ ദോശക്കല്ല്, അതിന് 8 ദോശ അവനിങ്ങോട്ട് എടുത്തും വെച്ച് ഒരിച്ചിരി വെള്ളം കോരി കുടച്ചിലുണ്ട്. കുടഞ്ഞിട്ട് ആ വടിയുടെ അറ്റത്ത് കിട്ടിയ തുണി കൊണ്ട് ഒറ്റ തുടയ്ക്കുമ്പോൾ ഷൂന്നൊരു ശബ്ദം കേൾക്കാം. വെള്ളം മൊത്തം നേരമേ പോകും. അതാ ഈ തീക്കൽപ്പാറ എന്ന് പറഞ്ഞാൽ ഏത് വെള്ളം വീണാലും ഷൂന്നൊരു ശബ്ദം. വീഴുന്ന വെള്ളം എന്നേരമേ ആവിയായിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. വെള്ളം ഒരിക്കലും നിൽക്കാൻ സാധ്യതയില്ലാത്ത പാറയുടെ പേരാണ് പറഞ്ഞേ തീക്കൽപ്പാറ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ തമ്പുരാൻ വെള്ളം കൊടുത്തത് വെള്ളം ഒരിക്കലും നിൽക്കാൻ സാധ്യതയില്ലാത്ത, ഏത് വെള്ളം വീണാലും 1 സെക്കൻഡ് കൊണ്ട് ഷൂ എന്നൊരു ശബ്ദത്തിൽ നീരാവിയാക്കി വിടാൻ, കത്തിച്ചു കളയാൻ കഴിവുള്ള പാറയ്ക്കകത്ത് നിന്ന് 40 വർഷം വറ്റാത്ത ഉറവ് തുറക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തരില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, അസാധ്യതയുടെ നടുവിൽ, ഒരു സാധ്യതയുമില്ലാത്ത തീക്കൽപ്പാറയിൽ നിന്ന് ഒരാൾക്ക് കുടിക്കാനല്ല, ഒരു 30 ലക്ഷത്തോളം വരുന്ന ജനത്തിന് ദാഹം തീരുവോളം വർഷങ്ങൾ കുടിക്കാൻ വെള്ളം പുറപ്പെടുവിക്കുന്ന ഒരുത്തൻ ഇന്ന് രാത്രി ചോദിക്കുകയാണ്, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരാമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീയെ കർത്താവ് സംഭാഷിക്കുന്ന സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സ്ത്രീ പറയുകയാണ്, നീ യഹൂദനല്ലേ, നീ കണ്ടറിയാമല്ലോ. കോവിഡ് പ്രമാണിച്ച് നീ മീശ വളർത്തിയാലും താടി വളർത്തിയാലും മുടി വളർത്തിയാലും ദൈവത്തിലാണ് കണ്ടറിയാം. സ്തോത്രം. നിങ്ങൾ ഓർത്തേക്ക്, ഞാൻ ഈ ഫ്രണ്ട് ചലന്തിയുടെ പടവും പുറകിൽ
ബ്രൈഡന്മാരുടെ മടവും എല്ലാം ഉള്ള ഒരു ഉടുപ്പുമിട്ട് ഒരു ജീൻസിൻ്റെ പാൻറ് ഇട്ട് ചെങ്ങന്നൂർ നടന്ന നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്തോ പറയും? എടാ, ഇങ്ങനെ ഒരു മനുഷ്യൻ അതപ്പതിക്കുമോ? അല്ല, ഒരു നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ പി സി ചെറിയാൻ പാസ്റ്റർ ഈ ചെങ്ങന്നൂർ ടൗണിൽ കൂടെ ഒരു ജീൻസിൻ്റെ പാൻറ്റും പഠിച്ചിട്ട് ഒരു മിന്നലും പുറകിലും രണ്ട് വല്ലാത്ത പടമുള്ള ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഞാനിത് നടക്കാൻ നിങ്ങൾക്കൊരു ഭാവനയെ കാണാനൊക്കെയോ? ഇനി ഞാൻ അങ്ങനെ നടന്നാലും ദൈവമൊക്കെ കാണും പറയാ പോകുന്ന ആരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ കോവിഡ് വന്നപ്പം ദൈവമക്കളാണെന്ന് അറിയാതിരിക്കാൻ വേഷം മാറി ഒത്തിരി ബന്ധിക്കോസുകാരുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. നിലനിൽപ്പിന് വേണ്ടി വേഷം മാറിയ ഒത്തിരി പേരുണ്ട്. നീ ഏത് വേഷം കെട്ടിയാലും നിന്നെ തിരിച്ചറിയാൻ, കാരണം നിന്നെ തിരിച്ചറിയുന്ന മുഖത്തെ മീശ പോയത് കൊണ്ടോ വെള്ളയിടിപ്പെട്ടതുകൊണ്ടോ അല്ല, നിന്റെ മുഖത്ത് ദൈവത്തിൽ നിന്ന് പകർന്ന ഒരു തേജസ്സുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഏത് പൈശാചിക പാളയവും നിന്നെ കണ്ടാൽ പേടിക്കത്തക്ക നിലയിൽ നിന്റെ മുഖത്ത് തമ്പുരാൻ പകർന്നേക്കുന്ന ഒരു തേജസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈ പന്തലിലുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തിന് സ്തുതിച്ച്. അല്ലെ, ഏത് അന്ധകാര ശക്തിയും നിന്നെ കാണുമ്പോൾ ഭയപ്പെടത്തക്ക നിലയിൽ. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവൻ ആരാണ്? ഇവൻ യഹൂദനാ. യഹൂദൻ ശമരിയക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിക്കത്തില്ല, കുടിക്കത്തില്ല. പക്ഷെ ഇവൻ ചോദിക്കുന്ന വെള്ളം ചോദിച്ചേക്കുന്ന ആരോടാന്ന് മനസ്സിലായോ? ഒരിക്കലും ചോദിക്കാൻ സാധ്യതയില്ലാത്ത അത്ര താഴേക്കിടയിലുള്ള ഒരു വ്യക്തിത്വത്തോട്, ഒന്ന് സ്വഭാവം ദോഷം, രണ്ട് ജാതീയ പ്രശ്നം, മൂന്ന് ഐറ്റം, ഇതെല്ലാം ഉള്ള ഒരാളിനോട് യഹൂദനെന്ന ഉന്നത കുലജാതൻ ചോദിക്കുകയാണ്, അല്പം വെള്ളം കുടിക്കാൻ തരുമോ? പ്രൈസ് ദി ലോർഡ്. ഒരാത്മാവിനെ നേടാൻ കർത്താവ് എത്ര താഴോട്ട് വന്നെന്ന് ഇന്ന് രാത്രി ഞാൻ എന്തോ സംതിങ് ആണെന്നുള്ളവരെല്ലാം ഒന്ന് അറിയണം. സ്വോത്രം നിങ്ങൾ പറഞ്ഞില്ല, ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഞാൻ ഏതാണ്ടാണ് എന്നൊരു ധാരണ ഏതെങ്കിലും ദൈവമക്കൾക്കുണ്ടെങ്കിൽ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഒരു ശമരിയക്കാരുടെ മുമ്പിൽ വന്നിട്ട് ഒരു യാചകനെ പോലെ, ഹല്ലേലൂയ, ആരാ തീക്കൽപ്പാറ എന്ന് വെള്ളം പുറപ്പെടുവിക്കാൻ കഴിവുള്ളവൻ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയോട് ഒരു യാചകനെ പോലെ ചോദിക്കാണ്, ഇച്ചിരി കുടിക്കാൻ തരാമോ? പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നു. യേശുവിന്റെ മറുപടി, നീ ദൈവത്തിന്റെ ദാനവും. സ്തോത്രം പറയണം. ഇന്ന് രാത്രി പ്രസംഗകൻ ഉൾപ്പെടെ എൻ്റെ കേൾവിക്കാരായ ശ്രോതാക്കളെ, നീ ഈ രാത്രി പറഞ്ഞ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ ജീവൻ എൻ്റെ ദൈവത്തിന്റെ ദാനമാ. എൻ്റെ ആരോഗ്യം എൻ്റെ ദൈവത്തിന്റെ ദാനമാ. എനിക്ക് തന്ന ശുശ്രൂഷ ദൈവത്തിന്റെ ദാനമാ. എന്നെ ആരെങ്കിലും ഒരു നല്ല ദൈവദാസൻ എന്ന് പറയുന്നെങ്കിൽ അതെന്റെ ദൈവത്തിന്റെ ദാനമാ. എൻ്റെ യോഗ്യതയല്ല, എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല. എനിക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ദൈവത്തിന്റെ ദാനമാ. ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അനുഭവിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഏതു നന്മയുടെയും പുറകിൽ എല്ലാം എൻ്റെ ദൈവത്തിന്റെ ദാനമോ? അത് അനുഭവിക്കുന്നവനെ പറയാനൊക്കത്തുള്ളൂ. എൻ്റെ ദൈവത്തിന്റെ ദാനം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനാ സ്തോത്രം പറയുന്നു? ഒന്നുകൂടെ പറയുന്നു, എൻ്റെ ദൈവത്തിന്റെ ദാനം നിമിത്തം. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദീർഘമായൊരു സംഭാഷണത്തിന് തുടക്കമാണ്. യേശു പറഞ്ഞ, സ്ത്രീയെ, ഞാൻ 90 മൈലുകൾ നടന്നു വന്നത്, ഞാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഹാഗാറിന് വേണ്ടി കണ്ണു തുറന്നപ്പോ ഉറവ തുറന്നവനാ ഞാൻ. ശിമിശോന് വേണ്ടി ലേഖിയിൽ കുഴി പിളർന്നവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കുഴികളെ വെട്ടുവിൻ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും മൃഗസമ്പത്തിനും കുടിക്കാൻ വെള്ളം നിറയുമെന്ന് പറഞ്ഞ്, അല്ലി ഞാൻ വെള്ളം നിറച്ചവനാ, എനിക്ക് വെള്ളം ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ നിന്റെ അടുക്ക വന്ന നീ ഒരു യാഥാർത്ഥ്യം അറിയണം, നീ ദൈവത്തിന്റെ ദാനമാ. ലോകം നിന്നെ വേശ്യ എന്ന മുദ്ര കുത്തട്ടെ,
രാജാക്കന്മാരെ തള്ളിയിട്ട് ആറാമത്തവന്റെ പുറകെ നടക്കുന്ന ലോകം പറയട്ടെ. പക്ഷെ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. ലോകം വിടക്കെന്നെണ്ണുന്ന നീ ദൈവത്തിന്റെ ദാനമാ. ഈ രാത്രി ചെങ്ങന്നൂർ പട്ടണത്തോട് ഞാൻ പറയട്ടെ, നീ മദ്യപാനിയായിരിക്കും, നീ പുകവലിക്കാരനായിരിക്കും, നീ ഒരു ആഭാസനായിരിക്കും, നീ ഒരു വ്യഭിചാരിയായിരിക്കും, പക്ഷെ സ്വർഗം പറയുന്നു നീ ദൈവത്തിന്റെ ദാനമോ. ഏറ്റെടുക്കുന്നവരത് ദൈവത്തെ സ്തുതിക്കട്ടെ. ആരെയും എഴുതി തള്ളരുത്. ഇന്നത്തെ ലോകം എഴുതി തള്ളിയവരെ എന്റെ യേശു പറയുകയാണ്, നിന്റെ തലമുറയെ നോക്കി നീ പറയരുത് ഗതി വരാൻ പോന്നില്ലടാ, നീ നന്നാകുന്ന പ്രശ്നമില്ല എന്നൊന്നും ആരും വിളിച്ചു പറയല്ലേ. നിന്നെ നോക്കി സ്വർഗം പറയുന്നു നീ ദൈവത്തിന്റെ ദാനമാ. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ ദാനമാ? ഓ, നീ ദൈവത്തിന്റെ ദാനമെന്നും നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഇന്ന് രാത്രി ഭയങ്കര ഇടിവെട്ടി പെയ്യുന്ന മഴ ബെച്ചുചെറിയനും റാന്നിലും ഒക്കെ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കോശി പാസ്റ്ററെ വിളിച്ച് ചോദിച്ചാൽ അവിടെ മഴയുണ്ട്. ഞാൻ പറഞ്ഞു ചെറിയ മടക്കോളൊക്കെ ഉണ്ട്, സാരമില്ല പാസ്റ്റർ ഇഞ്ഞ് പോന്നാൽ മതി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ മഴയത്ത് ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് ഇത്ര മനോഹരമാക്കി ഞങ്ങൾ ഈ കാര്യമെല്ലാം ചെയ്യുന്ന ഒറ്റ ലക്ഷ്യമുള്ളൂ, നിന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്ന് പറ, നീ അറിയണം. ഇന്ന് രാത്രി എനിക്കെൻ്റെ യേശുവിനെ അറിയാം എന്നുറപ്പുള്ള എത്ര പേരുണ്ട്? അറിയേണ്ടിയ പോലെ അറിഞ്ഞവരൊരു സ്വത്രം പറഞ്ഞേ. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നീ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടേ ഈ പന്തല് വിട്ടു പോകാവുള്ളൂ. എന്നെ കേൾക്കുന്ന വിവിധ ടൈം സോണിലുള്ള സഹോദരങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, നിനക്കൊരു പക്ഷെങ്കിൽ അസുഖം മാറ്റിയത് യേശുവിനെ അറിയാമായിരിക്കും, നിന്റെ കടഭാരം മാറ്റി യേശുവിനെ അറിയാമായിരിക്കും, നിനക്ക് വിസ തന്ന് യേശുവിനെ അറിയാമായിരിക്കും. അതല്ല എൻ്റെ യേശു. വാസ്തവത്തിൽ നീ ഇന്ന് രാത്രി നിന്റെ യേശു ആരാണെന്ന് അറിയണം. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ പോലെ ഇത്ര ഉയർത്താൻ കൊള്ളാവുന്ന ഒരു നാമം ഈ ഭൂമിയിൽ വേറെ ഏതാ ഉള്ളത്? അവനൊപ്പം പറയാൻ വേറെ ആരാ ഉള്ളത്? അവനെ പോലെ ആരാധ്യൻ വേറെ ആരാ? വേറെ ആരും ഉറപ്പുള്ളവരാ. കരം വീശി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശു പറഞ്ഞ സ്ത്രീയെ 90 മൈലുകൾ നടന്ന് ഒരൽപ്പം വെള്ളം നിന്നോട് ചോദിക്കാൻ ഈ കിണറ്റുകരെ കുത്തിയിരിക്കുന്ന ഞാൻ ആരെന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് മെസ്സേജ് തുടരും മുമ്പേ എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങ് ആരാന്ന് എനിക്കൊന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ചോദ്യമാ, നീ ആരാകുന്നു കർത്താവേ? കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാ. വർഷങ്ങൾ മുൻപോട്ട് പോയി. 3.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജയിലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കടയിലെ ആപത്ത്, കൂട്ടുസഹോദരന്മാരുടെ ആപത്ത് എന്ന് വേണ്ട എല്ലാം അനുഭവിച്ച് പലവട്ടം അടി, പലവട്ടമേറെ, അല്ലയോ 1 കുറേ 5 അടി 40, 1 കുറേ 5 വട്ടം അടി കൊണ്ട് ഈ മനുഷ്യൻ ഇപ്പൊ പറയാണ്, നീ ആരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നീ ആരാ എന്ന് പറഞ്ഞ് തുടങ്ങിയവൻ പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ ഈ 2022 ഏപ്രിൽ മാസം 7-ാം തീയതി രാത്രി 8-ാം തീയതി രാത്രി നിനക്ക് പറയാൻ കഴിയുമോ ഞാൻ ആരെയാണ് വിശ്വസിച്ചെന്ന്? എനിക്കറിയാം. പിശാച് കേൾക്കട്ടെ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ പറയേണ്ടത്, എടാ ദുഷ്ട പിശാചേ, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് പറയണമെങ്കിൽ അബ്രഹാമിനെ പോലുള്ളവർക്കേ കഴിയത്തുള്ളൂ. അബ്രഹാമിനോട് ചോദിച്ചു, അപ്പാ യാഗമൃഗം എവിടാ? ഒരു സങ്കോചമില്ലാതെ ഭക്തൻ പറയുക, അതൊക്കെ തമ്പുരാൻ കരുതിക്കോളും. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന വിഷയത്തിന്റെ മറുപടി അതൊക്കെ തമ്പുരാൻ കരുതും. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എനിക്കറിയാം. ഈ രാത്രി എത്ര പേർ ഉറപ്പോടെ പറയും, ഈ പ്രതിസന്ധിയിലും ഈ പ്രതികൂലത്തിലും ഈ കഷ്ടതയിലും ഈ നിന്ദയിലും തളരാതെ നിർത്താൻ കഴിവുള്ള ഒരുത്തനെയാണ്
ഞാൻ സേവിക്കുന്നതെന്ന് തലമുറ നോക്കി പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഓ ഹല്ലേലൂയ. ഒരു ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ആട്ടി പുറത്താക്കണം. നിന്റെ ആത്മീക ജീവിതത്തിൽ വിശ്വാസത്തിനൊരു ചെറിയ ക്ഷീണം വരുത്തുന്ന അവിശ്വാസത്തിന്റെ ഒരു ചെറിയ കണി ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി ആത്മാവിൽ എന്നോട് പ്രതികരിച്ചിട്ട് അതിനെ സാഹസിച്ചിട്ട് പറയണം, എടതുട്ടപ്പിശാചേ, നീ ആഭിചാരം ചെയ്യടാ, നീ കൂടോത്രം ചെയ്യ്, നീ കുരുതി കഴിക്ക്, നീ പോയി ഉരുളികമത്ത്, നീ എന്ത് ചെയ്താലും ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്നെനിക്കറിയാം എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ആ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ റബാബാബ ശംദര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരാന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം നീ എന്നോട് ചോദിച്ചേനെ. മനസ്സിലായോ? നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് വായിച്ച ദേവദാസനെ അതിന് യേശു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എല്ലാവരും സ്തോത്രം പറഞ്ഞേ. യേശുവിന്റെ ലക്ഷ്യം എന്താ? ഈ ക്ഷീണം എന്തിനു വേണ്ടിയായിരുന്നു? ഈ ദാഹം എന്തിനു വേണ്ടിയായിരുന്നു? ഈ ദീർഘദൂരമുള്ള യാത്ര എന്തിനു വേണ്ടിയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ യേശു ആരാണെന്ന് അറിയണം. അപ്പൊ അവള് പറയാണ്, യജമാനനെ, ഞാൻ ഇത്രത്തോളം വന്ന് ഈ വെള്ളം ഇങ്ങനെ കോരാതിരിക്കാൻ ആ വെള്ളം എനിക്ക് തരണം. യേശുവിന്റെ അടുത്ത മറുപടി ഒന്ന് വായിച്ചേ. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനെ യേശുവിനോട് പറയണം, നിനക്ക് കയ്യിൽ എന്തോ ഇല്ല. കിണറെ പൊങ്ങി വാ എന്ന് പറഞ്ഞപ്പോ കിണർ പൊങ്ങി വന്ന ആളാ പിന്നെ നിൽക്കുന്നത്. നിങ്ങൾ മിണ്ടുന്നില്ല. ഇന്നലകളിൽ വിശുദ്ധന്മാര് സ്തോത്രം ചെയ്ത് ആത്മാവി കുഴിച്ചിട്ട് ആഴത്തിലേക്ക് മൂടിപ്പോയതിനെ ഒറ്റ വാക്ക് ചുറ്റും നിന്നുകൊണ്ട് രണ്ടാമതൊരു സ്തോത്രം പാടി ഒന്ന് ആരാധിച്ചപ്പോ കിണറേ പൊങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ എത്ര ആഴത്തിപ്പോയോ അത്ര ഉയർത്തി വരുന്നവൻ മുന്നേ നിൽക്കുക. അവനോട് പറയാ, നിന്റെ ഈ പാത്രം ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നീ എങ്ങനെയാണ് വെള്ളം തരുന്നത്? വായിച്ചേ. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? അടുത്ത വാക്യം. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അടുത്ത വാക്യം. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ. ഇതെല്ലാം അങ്ങ് കാണാതെ പ്രസംഗിച്ച് വിടാമെങ്കിലും നമ്മളിപ്പോൾ ഒന്ന് വായിച്ച് കേൾക്കുമ്പോൾ ഒന്നോടൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? അതാ ഈ വചനത്തിൻ്റെ പ്രത്യേകതയെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സ്ത്രീയുടെ കർത്താവ് കുറേ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് ഇവളെ ചില കാര്യം ഓർപ്പിക്കുകയാണ്. ഇപ്പം സംഗതി അങ്ങ് യാക്കോബി പോയി. ഇവൾ ഭയങ്കര ഒരു പാരമ്പര്യമാണ്. നീ ഉദ്ദേശിച്ച പോലെ ഞങ്ങൾ അങ്ങനെ സാധാരണക്കാരൊന്നും അല്ല. ശമരിയ പട്ടണത്തിൽ വന്ന് ഞാൻ താമസിക്കുന്നെങ്കിലും ഞങ്ങളും ഈ യഹൂദനുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഈ കിണർ ഞങ്ങൾക്ക് യാക്കോബ് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ആരാ? ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലാകുന്ന യാക്കോബാണ് ഞങ്ങൾക്ക് കിണർ തന്നത്. മാത്രമല്ല, ഞങ്ങളല്ല ഇതിന് ആദ്യം കുടിക്കുന്നത്. യാക്കോബ് കുടിച്ചു, അവൻ്റെ മക്കൾ കുടിച്ചു, അവൻ്റെ മൃഗങ്ങൾ കുടിച്ചു. അങ്ങനെ പാരമ്പര്യമായി എല്ലാവരും കുടിക്കുന്ന കിണറാണിത്. വളരെ ആഴമുള്ളതുമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞങ്ങൾ കുടിക്കുന്ന വെള്ളം നീ വിചാരിക്കുന്നത് പോലെ ഇന്നലെ പൊങ്ങി വന്ന ഉറവയൊന്നുമല്ല.
തലമുറയായി ഞങ്ങൾ കുടിക്കുന്ന വെള്ളമാ. പ്രൈസ് ദി ലോർഡ്. അങ്ങ് അബ്രഹാമിൽ തുടങ്ങി അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളും ചിലയിടത്ത് നിന്ന് സുവിശേഷം പറയുമ്പോൾ അവർ പറയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞങ്ങളങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയോടൊന്നും അല്ല. ഞങ്ങളുടെ വല്യപ്പച്ചൻ തൊട്ട് പിന്നെ തോമാസ് ലീഗ തൊട്ടിങ്ങോട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. പ്രൈസ് ദി ലോർഡ്. ഇവളും അങ്ങ് യാക്കോബിൽ പോയി. അപ്പം യാക്കോബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവളോട് ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. യേശു പറയുകയാണ്, നീ പഴയ കാര്യമൊക്കെ ഓർത്തല്ലോ. കുഞ്ഞെ, യാക്കോബ് കുഴിച്ച കിണറിൻ്റെ മുമ്പേ ഇത് കുഴിച്ചത് ഇസഹാക്ക. ഇസഹാക്ക് കുഴിച്ചതിന് മുമ്പേ ഈ കിണർ കുഴിച്ചത് അബ്രഹാം. പക്ഷെ നീ ഒരു കാര്യം അറിയണം, അബ്രഹാം കുഴിച്ച കിണറും പെലിസിന് മൂടിയായിരുന്നു. പെലിസിന് മൂടിയ കിണറൊക്കെ മകൻ ഇസഹാക്ക് കുഴിച്ചു. ഇസഹാക്ക് കുഴിച്ച കിണറും ആര് മൂടിയായിരുന്നു? പെലിസിന് മൂടിയായിരുന്നു. അവൻ്റെ മകൻ യാക്കോബ് അത് വീണ്ടും കുഴിച്ചു. പക്ഷെ യോസഫിൻ്റെ കാലം വന്നപ്പോൾ അത് പൊട്ടക്കിണറായി. നിനക്കറിയാമോ? ഇവളിപ്പോൾ നിൽക്കുന്നത് സൂഗാറില്ല. സൂഗാറ്, ഷേമ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഈ ശമരിയ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പട്ടണങ്ങളാണ്. ആ പട്ടണത്തിൽ സുഗാർ എന്ന ദേശത്തെ കിണറിലാണ് യോസഫിനെ ചേട്ടന്മാർ കൊണ്ടിട്ട് ഇട്ടപ്പോൾ കിണറ്റി എന്തോ ഇല്ല, വെള്ളമില്ല. ആ കിണർ ഒരിക്കൽ അബ്രഹാം കുഴിച്ച്, പിന്നെ ഇസഹാക്ക് കുഴിച്ച്, പിന്നെ യാക്കോബ് കുഴിച്ച കിണർ മോന്റെ കാലം വന്നപ്പോഴത്തേന് പൊട്ടക്കിണറായി പോയി. അർത്ഥം പറഞ്ഞാൽ ഏത് പാരമ്പര്യമുള്ള വല്യപ്പച്ചൻ കുഴിച്ചാലും 4ാം തലമുറ വന്നപ്പോൾ അത് ഈ വെള്ളമില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഉണങ്ങിപ്പോകുന്ന കിണറിലല്ല കുഞ്ഞെ നീ ആശ്രയിക്കേണ്ടത്. പൊങ്ങി ജീവന്റെ വെള്ളം പൊങ്ങി വരുന്ന ഉറവയിൽ വേണം നീ ഇന്ന് രാത്രി ആശ്രയിക്കുവാൻ. സ്തോത്രം പറയണേ. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അല്ല എന്തിനെങ്കിലുമൊക്കെ നിനക്ക് ആശ്രയമുണ്ടെങ്കിൽ അതെല്ലാം നാളെ ഉണങ്ങിപ്പോകുന്ന പൊട്ടക്കിണർ തുല്യമാണെന്ന് തലമുറ ഈ രാത്രി അറിയണം. നിന്റെ വല്യപ്പനൊക്കെ ഭയങ്കര വിശ്വാസ വീരന്മാരായിരുന്നു. യാക്കോബിന്റെ അപ്പൻ സ്വന്തം യാഗത്തിന് വിറകു ചുംബിയോനാ. യാക്കോബിന്റെ അപ്പൻ സ്വന്തം യാഗത്തിന് കത്തി കൊണ്ടുപോയവനാ. തന്റെ കരുത്തടക്കാനുള്ള കത്തി അവൻ ചുമന്നവനാ. അവന്റെ അപ്പൻ മോനെ കത്തിക്കാൻ തീ കൊണ്ടുപോയവനാ. പാരമ്പര്യം ചെറുതല്ല. പക്ഷെ അവന്റെ കിണർ കൊച്ചുമക്കളുടെ 4ാം തലമുറ വന്നപ്പോൾ വറ്റിപ്പോയി. ഇന്ന് രാത്രി ഏത് വല്യപ്പച്ചൻ കുഴിച്ചതാണെങ്കിലും തലമുറകൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. തലമുറയിൽ തന്നെയുള്ള ബാക്കി 10 കൂടെ ചേർന്ന് അല്പം കൃപയുള്ളവനെ ആ പൊട്ടക്കണ്ടി തട്ടാനും സാധ്യതയുണ്ട്. അത് ഈ രാത്രി അറിഞ്ഞിരിക്കണം. ഓൺലൈനിൽ കൂടെ കണ്ട് പ്രേമിച്ചൊരു പെങ്കൊച്ച് ഓൺലൈനിൽ കൂടെ കല്യാണം നടത്തി. കല്യാണം കഴിഞ്ഞപ്പോൾ ചെറുക്കൻ പെണ്ണിനെയും കൊണ്ട് വിദേശത്ത് പോയി, അമ്മായിയമ്മയും കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മരുമോള് ഓൺലൈനിൽ കൂടെ കണ്ട് കല്യാണം കഴിച്ച മരുമോൾ അമ്മായിയമ്മയെ അവിടെ വെച്ച് തല്ലിക്കൊന്നു. ഇന്നലത്തെ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? എന്തോ സംഭവങ്ങളാണ്. മലബാറിൽ 2 വയസ്സുള്ള കൊച്ചനെ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനെ ബാത്റൂമിൽ ചത്ത് കിടക്കുന്നു. സ്കൂളിൻ്റെ ബാത്റൂമിൽ. ഡ്രൈവർ പ്രതിയായി. കേസെങ്ങും എത്തിയില്ല. അവസാനം സ്കൂളുകാരും മാതാപിതാക്കളും എല്ലാം പ്രശ്നമായി, സമരമായി. കേസ് CBI ഏറ്റെടുത്തു. പിടിച്ചപ്പോൾ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനാണ് പ്രതി, ഡ്രൈവറല്ല. അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനെ ബാത്റൂമിൽ വെച്ച് കൊന്നത്? അവൻ പറഞ്ഞ കഥ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, മനോരമ വായിച്ചു കാണും. ആ ദിവസം ഞങ്ങളുടെ പേരൻസ് മീറ്റിംഗ് നടക്കേണ്ട ദിവസമാണ്. പേരൻസ് മീറ്റിങ്ങിൽ എൻ്റെ അപ്പനും വരും. വന്നാൽ എൻ്റെ കാര്യമെല്ലാം അറിയും. അതുകൊണ്ട് പേരൻസ് മീറ്റിംഗ് നടക്കാതിരിക്കാൻ വേണ്ടി ഇവനെ കൊന്നാന്ന് പറഞ്ഞു. ഉഗാണ്ടയിലെ കാര്യമല്ല, നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യം ഞാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ അപ്പനെ മോനെ തിരുവനന്തപുരത്ത് ഒറ്റത്തല്ലിന് കൊന്നു. അമ്പയെ പാലക്കാട്ട്
5-ാം നില വരെ പൊക്കി തോളത്തിട്ടുണ്ട് പോയിട്ട് 5-ാം നിലയുടെ മണ്ടയ്ക്കൊന്ന് ചെറുക്കൻ താഴോട്ടിട്ട് കൊന്നു. പ്രൈസ് ദി ലോർഡ്. യോസഫിനെ സഹോദരന്മാര് ആഴമുള്ള പൊട്ടങ്കൻ്റെ ഇട്ടു. എല്ലാവരും ഇവിടെ ഉണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഈ 10 ചേട്ടന്മാരെ വിളിച്ചു ചോദിക്കാം, മക്കളെ എങ്ങനെയുണ്ട് വിശ്വാസ ജീവിതം? ഞങ്ങളുടെ അപ്പച്ചൻ ആരാന്നറിയാമോ? ഞങ്ങളുടെ അപ്പച്ചൻ പ്രാർത്ഥിച്ച് യാഗപീഠത്തെ കിടന്ന് ഞങ്ങളുടെ വല്യപ്പനെ ഇറക്കി വിട്ടും വെച്ച് കൊമ്പ് കുരുങ്ങിയ ആടിനെ യാഗം കഴിച്ച് ദൈവത്തിന് നീതി പ്രാപിച്ച വല്യപ്പന്റെ കൊച്ചുമക്കളാ ഞങ്ങൾ. ഹലോ, പ്രൈസ് ദി ലോർഡ്. അല്ലേ, നിങ്ങൾ ചരിത്ര പുസ്തകം എടുത്ത് വായിച്ചോ, ഞങ്ങളുടെ വല്യപ്പച്ചന്റെ കാര്യവും അപ്പന്റെ കാര്യവും എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ 4-ാം തലമുറ വന്നപ്പോൾ സ്വന്തം സഹോദരനെ കാലും കൈയും കെട്ടി വസ്ത്രം വലിച്ചു മാറ്റി പൊട്ടക്കെട്ടി നട്ടാക്കിളിക്കാത്ത കള്ളം പോയി അപ്പനോട് പറയുന്നവരായി മാറി. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ പാരമ്പര്യം പറയുകയാണ്. ഞാൻ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. ഇത് യാക്കോബ് തന്ന കിണറാണ്. ഞങ്ങൾ തലമുറ തലമായിട്ട് ഇവിടെ ആരാധിക്കുന്നവരാണ്. ഈ വെള്ളം കുടിക്കുന്നവരാണ്. ഇത് ഞങ്ങളല്ലാതെ കുടിച്ച അവന്റെ പിള്ളേരും കൊച്ചുമക്കളും കുടിച്ച കിണറാണ്. അവന്റെ മൃഗങ്ങൾ കുടിച്ചാണ്. ഒത്തിരി പാരമ്പര്യം പറഞ്ഞു. ഇന്ന് രാത്രി ഏത് പാരമ്പര്യമാണെങ്കിലും യേശു ആരാണെന്ന് നീ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ പാരമ്പര്യം കൊണ്ട് 5 പൈസയുടെ ഗുണമില്ല സ്നേഹിത. ഹല്ലേലൂയ. തോമാശ്ലീഹ നേരിട്ട് വന്ന് നിന്റെ കുടുംബത്തെ ക്രിസ്തുവിൽ കൊണ്ടുവന്നതായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നീ യേശു ആരാന്നറിയണം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോകത്തിൽ മറ്റെന്തെല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല. യേശു പറഞ്ഞ സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിയണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്ത്രീ പറഞ്ഞു, യോ ഇങ്ങനൊരിക്കലും ദാഹിക്കാത്ത വെള്ളമാണെങ്കിൽ ആ വെള്ളം എനിക്ക് തരണം. എന്തിന്? ഞാനിങ്ങനെ നട്ടുച്ച നേരത്തെ ഇവിടെ വരാനും എല്ലാ ദിവസവും വെള്ളം കുറെ ഇടയാകാതിരിക്കാൻ ആ വെള്ളം എനിക്ക് തരണം. യേശുവിനെന്തിനാ? അതിനാണല്ലോ ഞാൻ വന്നേ. ദാഹിക്കുന്ന ഏതവനും കൊടുക്കാനാ ഞാൻ വന്നേ. അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഐത്തമില്ല. ഏതവൻ ചോദിച്ചാലും കൊടുക്കാനാ ഞാൻ വന്നത്. ആര് ചോദിച്ചാലും ദാഹത്തിന് ജീവന്റെ വെള്ളം കൊടുക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി എന്റെ യേശു മാത്രമാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? യേശു പറഞ്ഞു, ഞാൻ തരാം. പക്ഷേ നിന്റെ പഴയ കാലത്ത് നീ ഒന്ന് ധ്യാനിക്കണം. നമ്മളീ പലരും അതൊക്കെ മറന്നു. നമ്മുടെ പിള്ളേർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളെ ഓർക്കുകയും ഇന്നലകളെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന എത്ര മാതാപിതാക്കൾ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സ്ഥലം കാണും, വീട് കാണും, കാറ് കാണും, കാർ പോസ്റ്റ് കാണും, ബാങ്ക് ബാലൻസ് കാണും, ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. പക്ഷെ നീ അവരോട് പറഞ്ഞ, മക്കളെ ഇതൊന്നുമില്ലായിരുന്നു. ഞാൻ ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു അച്ഛൻ്റെ പ്രസംഗം, വളരെ വൈറലായൊരു പ്രസംഗം ഞാൻ യൂട്യൂബിൽ കേട്ടു. അച്ഛൻ പറഞ്ഞൊരു അനുഭവകാര്യമുണ്ട്, അത് ഞാനങ്ങ് പറയാം. അച്ഛൻ പ്രസിദ്ധനായ അവരുടെ കൺവെൻഷൻ പ്രാസംഗികനാണ്. അച്ഛനെ കൺവെൻഷൻ ഇതുപോലെ പ്രസംഗിക്കാൻ വന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇടവക വികാരി പറഞ്ഞ്, അച്ഛൻ ഇന്ന് ഇന്നടത്തെ ഒരു വീട്ടിലാണ് ആഹാരം. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല. ആ വീട്ടിൽ ചെന്നു. ഭയങ്കര മനോഹരമായ ഒരു 2 നില വീട്. ആ വീട്ടിൽ ചെന്നു, ആഹാരമൊക്കെ കഴിച്ചു. വളരെ സന്തോഷമായി. ഇറങ്ങാൻ നേരത്ത് പറഞ്ഞ്, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഉടനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് പോയി അകത്തുനിന്നൊരു കീറിയ പായ എടുത്തുണ്ട്. ആ കീറിയ പായ കൊണ്ടിട്ടും വെച്ച് അച്ഛൻ ആ പായ കയറി നിന്നു, പ്രാർത്ഥിച്ചു. ഉടനെ അച്ഛൻ്റെ മനസ്സിൽ വന്ന്, ഇത്രയും വലിയ വീടും ഇത്രയും വലിയ സൗകര്യമുള്ള ഈ തള്ളയ്ക്ക് ഒരു നല്ല പാ മേടിച്ച് പ്രാർത്ഥനയ്ക്ക് എടുത്തില്ലായിരുന്നു ചിന്ത അച്ഛന് സ്വാഭാവികമായിട്ടുണ്ടായി. അപ്പോൾ അച്ഛനെ ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു, അപ്പം ഈ പായ ഇങ്ങനെ കീറിയത്, അച്ഛാ എനിക്ക് ഈ ഒരു പായേ ആകെ ഉള്ളൂ. ഈ വീട് എൻ്റെ അല്ല, ഈ വീട്ടിൽ കാണുന്ന ഒന്നും എൻ്റെ അല്ല. ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും ഈ പായുമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, നീ തൽക്കാലം ആ വീട്ടിൽ പോയി താമസിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചോ. സ്തോത്രം. ഒരു നന്മയാകുമ്പോൾ നീ മാറിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് താമസിപ്പിച്ചേക്കുക. എൻ്റെ സ്വന്തം ഈ കീറിയൊരു പാ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പ്രാർത്ഥിച്ച് കണ്ണുനീര് വീണ് കീറിയാന്ന് പറഞ്ഞു.
സ്തോത്രം. അച്ഛൻ അവിടെ നിന്ന് പോയി. 10 വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് വീണ്ടും കൺവെൻഷൻ അച്ഛൻ വന്നപ്പോൾ അന്ന് രാത്രി ആ ഇടവകയിലെ വികാരി അച്ഛൻ പറഞ്ഞു, ഇന്ന് രാത്രി അച്ഛന് ഇന്ന വീട്ടിലാണ് ആഹാരം. അവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു 2 നില വീട്, മുറ്റത്തൊരു കാറ്, എല്ലാ സംവിധാനമുള്ള വീട്ടിലെ ആഹാരം കഴിക്കായിരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഉടനെ ഒരു നല്ല പാ കൊണ്ടിട്ടു. ഉടനെ അച്ഛൻ അതിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അച്ഛാ ഈ മുഖം ഓർക്കുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞു, ഞാനൊരുപാട് കൺവെൻഷന് പോവുകയും ഒത്തിരി വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ പെട്ടെന്നൊരു ഓർമ്മയില്ല, ഒന്ന് പറയാമെങ്കിൽ. അച്ഛൻ ഒരു 10 വർഷം മുമ്പേ കീറിയൊരു പായ നിന്ന് പ്രാർത്ഥിച്ച്, അച്ഛൻ ഓർക്കുന്നു, കീറിയൊരു പായ നിന്ന് പ്രാർത്ഥിച്ച് ഈ പായ എനിക്കുള്ളെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ദൈവം എന്നെ മാനിച്ചച്ചാ. എൻ്റെ കുഞ്ഞുങ്ങൾ 2 മാന്യമായ ജോലി വിദേശത്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. ഒത്തിരി വീട്ടിൽ പോയി ഞാൻ കൂലിവേല ചെയ്തു, പാത്രം കഴുകി, അടുക്കളപ്പണി ചെയ്തു, ഒത്തിരി കഷ്ടപ്പെട്ടച്ചാ. ഒത്തിരി കഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചു. സ്തോത്രം. അന്ന് അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നല്ലോ എങ്ങനെ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞ അച്ഛൻ ഓർക്കുന്നു, നൂലെ കെട്ടി ദൈവം തരുമെന്ന് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഓർക്കുന്നു, ഇതെല്ലാം നൂലെ കെട്ടി തന്നതാ ദൈവം. ഹലോ, നീ ഇന്ന് രാത്രി നല്ല സൂട്ടും കോട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ആ നല്ല സാരിയൊക്കെ ചുറ്റി ഇവിടെ ഇരിക്കുമ്പോൾ ആ പഴയ കാര്യം ഒന്ന് ഓർക്കുന്ന, കീറിയ പായുടെ കാര്യം. ഭർത്താക്കന്മാരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ് അവരെല്ലാം അവിടെ കണ്ടും വെച്ച് അവർക്കെല്ലാം കൂടെ സ്നാനം കൊടുക്കാനൊന്നും വിളിച്ചല്ല. നീ മുട്ടാത്ത വാതിലില്ലല്ലോ. നിന്നെ അറിയുന്ന ഒരാളെ, നിന്നെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരാളെ തപ്പി നീ 5 പോയില്ലേ? ഹലോ, എന്നെ ഉള്ളതുപോലൊന്ന് മനസ്സിലാക്കി എന്നെ കരുതാൻ സ്നേഹിപ്പാൻ നീ പോകാത്ത ഇടമില്ലല്ലോ. ഒന്നും വിജയിച്ചില്ല. പക്ഷെ നീ ഇന്ന് രാത്രി വന്നിരിക്കുന്നത് നിന്നെ അറിയുന്ന ഒരുവന്റെ അടുക്കലാണ്. പക്ഷെ നിന്നെ അറിയുന്ന എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ നിന്നെ മനസ്സിലാക്കിയതുപോലെ നീ എന്നെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഉള്ളതും ഇല്ലാത്തതും ഞാൻ ഒരുപോലെ അറിയുന്ന ഒരുവനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നീ എന്നെ ഒന്ന് അറിയണം. ഓ ഹല്ലേലൂയ. നമുക്കതൊക്കെ പറയുന്നൊരു കുറച്ചിലും നാണം കേടുവല്ലേ? നമ്മൾ ആ പൊഴിഞ്ഞു വീഴുന്ന കൂഴച്ചക്കയുടെ പ്ലാവിൻ്റെ ചുവട്ടിൽ കിടന്ന ചക്കക്കുരുവൊക്കെ പറകിക്കൊണ്ടുപോയി പെരയുടെ മൂലയ്ക്ക് ഉണങ്ങിയ മണ്ണിനകത്ത് പുല്ലാന്നിയിലയൊക്കെ ഇട്ട് സൂക്ഷിച്ച ഒരു കാലം. ചീനിച്ചട്ടിയുടെ അടിയിലിട്ട് കുറിച്ചി വറുത്ത ഒരു കാലം. നിങ്ങളാരും കുറിച്ചി എന്ന് പറഞ്ഞ് കേട്ടില്ലെന്ന് തോന്നുന്നു. ആ കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലേ? ഈ KFCയും ചിക്കിങ്ങും ഒക്കെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞ, മോനെ ചിക്കിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. അന്ന് ആകെ അച്ഛനെ ആണ്ടിലൊരിക്കൽ ഊണ് കൊടുക്കാൻ വിളിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് കോഴിയെ കൊല്ലുന്നത്. അത് നാട്ടുകാർ മൊത്തം പറയും. നമ്മുടെ പറമ്പിൽ നിന്ന് ഓടി തോമാച്ചാൻ്റെ പറമ്പിൽ കയറി മറിയാമ്മയുടെ വീട്ടിൽ പോയി അവരുടെ ഇഞ്ചിക്കാലായി കൂടെ ഓടിച്ച് അതിൻ്റെ കാലും തല്ലി ഓടിച്ച് കരുത്ത് മറത്ത് ഒന്ന് കൊന്ന ഒരു സ്പൂണൊക്കെ ആയിരുന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. അന്ന് ചിക്കിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ദൈവസ്ഥിതി മാറ്റി മോനെ. അതിന് ഈ പായ ഉത്തരവാദി. സ്വത്രം പറഞ്ഞില്ല. നിന്റെ ഭർത്താക്കന്മാരെ വിളിച്ചോണ്ട് പറയാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നിനക്ക് ഞാൻ വെള്ളം തരാം, പക്ഷെ അതിനു മുമ്പേ നിന്റെ പഴയകാലം നീ ഒന്ന് ഓർക്കണം കേട്ടോ. ഇന്ന് രാത്രി നീ യേശുവിനെ അറിയുന്ന നല്ലതാണെങ്കിലും നീ മറന്നു പോകരുത്. ഞാനിങ്ങനെ വെള്ള സൂട്ടൊക്കെ ഇട്ട് കൺവെൻഷന് വരുമ്പോൾ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ടി.എ. ജോർജ് പാസ്റ്ററൊക്കെ വളരെ ആദരവോടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഇന്നലകളിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ മുളക്കര മൗണ്ട് സയോൺ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ പാല് ചട്ടും ഇല്ലായിരുന്നു. മുണ്ടുകൊടുത്തോണ്ട് അന്ന് രാഷ്ട്രീയക്കാരനായിട്ട് നടന്ന ഒരു കതർ മുണ്ടും ഒരു കതർ യൂബായി വിട്ടുകൊണ്ടാണ് ഇവിടെ പഠിക്കാൻ വന്നത്. ഇപ്പോഴാണ് സൂട്ടൊക്കെ ആയത്. അപ്പം ഞാൻ ഈ സൂട്ടൊക്കെ ഇട്ട് ബഹുമാനനായ നമ്മുടെ ഭരണസമിതി അംഗമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ പണ്ടത്തെ കീറിയ പായുടെ കാര്യം മറക്കല്ല്. നിന്നോട് ഞാൻ വെള്ളം തരാം, പക്ഷെ ഒരു കാര്യം, നിന്റെ ഭർത്താക്കന്മാരെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? നീ ഇതൊക്കെ ഞാൻ തരുന്നതിന് മുമ്പേ നിനക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. ആരും പരിഗണിക്കാത്ത, ആരും അംഗീകരിക്കാത്ത, ആരും കൈതരാത്ത, ആരും നിന്നെ സ്നേഹിക്കാത്ത, നിന്നെ വെറുത്തൊരു കാലമുണ്ട്. മനസ്സിലാകുന്നവർ ഒരു നിമിഷക്കാലം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ചോദിക്കാത്തതും ചോദിച്ചതുമൊക്കെ ദൈവം വാരിക്കോരി തന്നു. തലമുറയ്ക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ 4ാം തലമുറക്കാരൻ വന്നപ്പോൾ അപ്പൻ യാഗത്തിന് പിറകു ചുമ്മിക്കൊണ്ട് പോയ കഥയൊക്കെ മറന്നിട്ട് അവനിപ്പോ പൊട്ടക്കണ്ടി പിടിച്ചിരുന്നവനായി മാറി.
ആ പൊട്ടക്കണ്ടി ഇട്ട പുള്ളികളുടെ കുടുംബക്കാർ പറഞ്ഞു, ഞങ്ങൾ ആരാന്നറിയാമോ? നിങ്ങളാരാ സ്വന്തം സഹോദരനെ പൊട്ടക്കണ്ടി ഇട്ടു? അതൊന്നുമല്ല പറയുന്നേ, ഞങ്ങൾ യാക്കോബിന്റെ പിള്ളേർ കുടിച്ച കണ്ടിന്ന് കുടിക്കുന്നവരാ. സ്തോത്രം പറഞ്ഞില്ല. നിന്റെ കെട്ട പാരമ്പര്യങ്ങൾ ഇന്ന് രാത്രി അഴിച്ചു വെച്ചിട്ട് നീ ഒരു വട്ടപൂജ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി നീ സേവിക്കേണ്ടവനെ സേവിക്കേണ്ട പോലെ സേവിപ്പാൻ അല്ല. യേശു പറയാണ്, ഞാൻ ആരെന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഒരു നിമിഷം ദൈവജനം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അല്പം പുറകോട്ട് പോയി നിങ്ങളെ തന്നെ കണ്ടെന്ന് ഞാൻ വാസ്തവമായി മനസ്സിലാക്കുകയാണ്. ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെ പുറകിൽ നീ അറിയാതെ കരഞ്ഞ് ആരൊക്കെ ഉണ്ട് കേട്ടോ. വയറ് മുറുക്കി ഉടുത്തി ആരൊക്കെ ഉണ്ട് കേട്ടോ. അലറിക്കരഞ്ഞ് ആരൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമില്ലയോ, എന്റെ തലമുറയ്ക്ക് മാത്രം ഒരു വഴി തുറക്കത്തില്ലയോ എന്നൊക്കെ അലറിക്കരഞ്ഞ് ആരൊക്കെയോ ഉണ്ട് കുഞ്ഞ്. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർ കരമടിച്ച് അല്പ നിമിഷങ്ങൾ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. നമ്മുടെ സ്ഥിതി മാറ്റിയൊരു ദൈവമുണ്ട്, നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയൊരു ദൈവമുണ്ട്. രക്തത്താലും വചനത്താലും ജയം. ഹല്ലേലൂയ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്ത്രീ ഒന്നാമത് ഞാൻ ആരാന്ന് നീ അറിയണം. 2, നീ ആരാന്ന് നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഭർത്താക്കന്മാരെ വിളിച്ചോണ്ട് വാ, ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശുവിൻ്റെ ഭാഷ നോക്കി, നമ്മളൊന്നും പറഞ്ഞതല്ല. നീ പറഞ്ഞത് ശരിയാ. നമ്മളറിഞ്ഞല്ലോ, കള്ളം പറഞ്ഞൊരു മര്യാദ വേണ്ടേ? 1, 2, 3 ആണെങ്കിൽ സഹിക്കാം. ഇത് 5 എണ്ണമുള്ള പുള്ളി പറയാണ്, ജഗരി എനിക്ക് ഭർത്താവ്. കർത്താവ് പറഞ്ഞ മറുപടി ഒന്ന് അനിൽ പാസ്റ്റർ വായിച്ചു കേൾപ്പിച്ച്. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. നോക്കിയേ, കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. പ്രൈസ് ദി ലോർഡ്. ഈ ശരി സത്യവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. തെറ്റിദ്ധരിക്കല്ലേ. ശരി വേറെ, സത്യം വേറെ. എല്ലാവരും ഇത് പറഞ്ഞേ, ശരി വേറെ, സത്യം വേറെ. ശരി എന്തുവാ? യായിറോസിന്റെ വീട്ടിലോട്ട് യേശു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകണ്ട, കൊച്ചു മരിച്ചുപോയി. അതാ ശരി. ശരി അതാ, കൊച്ചു മരിച്ചുപോയി. വെറുതെ മെനക്കെട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. യേശുവിൻ്റെ മറുപടി, കൊച്ചു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അതാ സത്യം. വ്യത്യാസം മനസ്സിലായില്ല. ഹലോ, കൊച്ചു മരിച്ചെന്ന് പറഞ്ഞതാ എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ. ശരി, മരിച്ചു. ഒരു പള്ളിപ്രമാണ കൊച്ചൊക്കെ മരിച്ചെന്ന് ചുമ്മാ പറയാനൊക്കെ ഒത്തില്ല. പൾസ് പിടിച്ചു നോക്കി, മൂക്കി ശ്വാസം പിടിച്ചു നോക്കി, എല്ലാം നോക്കിയിട്ട് ആ കാല് തൊട്ട് തല വരെ തണുത്തെന്ന് ഉറപ്പായ പിന്നെ പറഞ്ഞ, അല്ല ചുമ്മാ പറഞ്ഞ ബെബര് പറയും. പള്ളിപ്രമാണ കൊച്ചകത്തേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇനി അങ്ങോട്ട് വരണ്ട, വന്നിട്ട് കാര്യമില്ല, കൊച്ചി എത്തു. അതാ ശരി. പക്ഷെ യേശു പറയാണ്, കുഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാ. അതാ സത്യം. ഇവിടെ ശരികൾ ഒത്തിരിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശരിയല്ല, സത്യമല്ല. സ്തോത്രം പറഞ്ഞേ. യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. നിനക്ക് 5 പേരുണ്ടായിരുന്നു, ഇപ്പൊ ഉള്ളത് ഭർത്താവ് അല്ലതാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും യേശു വെളിപ്പെടുത്തുകയാ. ഒന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ അറിയത്തില്ലാത്തൊരു കാലം നമ്മുടെ അമ്മാമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്ന ചില പദങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ട് പിന്നെ അതൊക്കെ പഠിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. എന്നാൽ നമ്മളിങ്ങനെ പറയുന്നൊരു വാക്കുണ്ട്, അമ്മച്ചിമാരൊക്കെ, കർത്താവേ നിന്റെ മുമ്പിൽ ഒന്നും മറവല്ല, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് കിടക്കുന്നത് നടക്കുന്നതെല്ലാം നീ അറിയുന്നു, നിന്റെ ദൃഷ്ടിയുടെ മുമ്പിൽ കണ്ണിന്റെ മുമ്പിൽ എല്ലാം നഗ്നവും. ബാക്കി പറ. പ്രൈസ് ദി ലോർഡ്.
കർത്താവിനെല്ലാം അറിയാമെന്ന് അമ്മാമ്മ പ്രാർത്ഥിക്കുക. നിന്റെ മുമ്പിലെല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് പറയുന്ന അമ്മാമ്മ ചെയ്തു കൂട്ടുന്ന പാപത്തിന് കണക്കില്ല. ഇവളിപ്പം പരിശുദ്ധ കളിച്ച് നിൽക്കുക. കർത്താവേ, കല്യാണത്തെക്കുറിച്ച് ഇങ്ങനെ വീട്ടുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനങ്ങനെ ഒരു താല്പര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അഭിഷേകം ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്ക സമയത്ത് ദൈവം നടത്തട്ടെന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞ കുഞ്ഞ് 5 എണ്ണം ഉണ്ടായിരുന്നു. നീ ആരോടാ ഈ സംസാരിക്കുന്നത്? സ്വത്രം പറഞ്ഞില്ല. നിന്റെ ഈ വിശുദ്ധിയൊക്കെ കയറി അവതരിപ്പിക്കുന്ന ആരോടാ? എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം. ഈ പത്രോസിനെ കർത്താവ് വിളിച്ചൊരു പേരുണ്ട്, ബെറിയോന ശീമോനെ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? യോനാച്ചൻ്റെ മകനായ ശീമോനെ. എടാ, നിന്റെ അപ്പനെ എനിക്കറിയാമെന്നല്ലേ മലയാളം? നിങ്ങൾ മിണ്ടുന്നില്ല. ഞാനാ പറഞ്ഞ പദം ക്ഷമിച്ചേക്കണം. പി ചെറിയാൻ ഭാഷ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെന്ന് പറയല്ലേ. ബെറിയോന ശീമോൻ എന്ന് വിളിച്ച അർത്ഥം നിന്റെ അപ്പൻ യോനാച്ചനെ എനിക്കറിയാം, നിന്നെ എനിക്ക് അറിയാം. അവിടെ ഒത്തിരി കിഴക്കോട്ടൊന്നും പോകണ്ട, നീ ഉള്ളതുപോലെ അങ്ങ് നിന്നാൽ മതി, എനിക്കറിയാം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി പ്രസംഗകനെയും കേൾവിക്കാരെയും ഒരുപോലെ ദൂരവേ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നതെന്ന് ബോധ്യമുള്ളവർ ദൈവത്തെ സ്തുതിച്ച്. അവന് മറവായിട്ടൊന്നുമില്ല ദൈവമക്കളെ. അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഓർത്തോണം, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിലാ ഞാൻ നിൽക്കുന്നതെന്ന് ഇന്ന് രാത്രി ഓർമ്മയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സ്ത്രീയെ, നീ പറഞ്ഞത് ശരിയാ. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. അർത്ഥം ഒന്ന്, ഇവിടെ പഴയ കാലത്തിലേക്ക് ഇവിടെ ഒന്ന് കൊണ്ടുപോയി, ഇവിടെ കുറവുകളെ ഇവിടെ ഓർപ്പിച്ചു. വെള്ളം ഞാൻ തരാം, നീ അങ്ങനെ ഈസി ആയിട്ട് വന്ന ജാറിനകത്ത് വെള്ളം കോരിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. അതിന് മുമ്പേ നീ ആരാന്നറിയണം, നിന്റെ ഇന്നലകളെ നീ അറിയണം, നിന്റെ കുറവുകളെ നീ അറിയണം. അതിനെല്ലാം നീ ഒരു പരിഹാരം വരുത്തണം. ഒരു സ്വത്രം പറഞ്ഞേ. ഞാനീ മിനിഞ്ഞാന്ന് പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ ഒരു ഐക്യ കൺവെൻഷനാണ്. ഞാനവിടെ പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന ഒരു പാവവും ഈ 5 കന്യകമാർ ചെയ്തിട്ടില്ല. തിരിച്ചു മറിച്ച് നിങ്ങൾ വായിച്ചു. അവർ വ്യഭിചാരം ചെയ്തില്ല, മോട്ടിച്ചില്ല, പിടിച്ചു പറിച്ചില്ല, അതിരുമാന്തിയില്ല, കള്ളത്തരം കാണിച്ചില്ല, ദശാംശം പിടിച്ചു വെച്ചില്ല, ഉപദേശീയ പള്ളി പറഞ്ഞില്ല, സഭായോഗം കലക്കിയില്ല, കമ്മിറ്റി വടക്കുണ്ടാക്കിയില്ല. ഒന്നും ഈ സഹോദരിമാർ ചെയ്തില്ല. 5 പേരും കന്യകത്വം സൂക്ഷിച്ചവരാ, 5 പേരും കന്യകാ വസ്ത്രം ധരിച്ചവരാ, 5 പേരുടെയും വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നതാ, 5 പേരും കാത്തിരിപ്പ് യോഗത്തിൽ പങ്കെടുത്തവരാ. കർത്താവ് വരാൻ താമസിച്ചുകൊണ്ട് എണ്ണ തീർന്നു പോയെന്നുള്ളതേ ഉള്ളൂ. എണ്ണ തീർന്നു പോയെന്ന ഒറ്റ കാരണത്താൽ 5 എണ്ണം ഔട്ടായി. ഔട്ടാകാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട, എണ്ണ തീർന്നാൽ മതി. സ്വത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയെല്ലാം ഓടിയതും ബന്ധപ്പെട്ടതുമല്ല, എണ്ണ തീർന്നു എന്ന ഒറ്റ കാരണത്താൽ തമ്പുരാൻ പറഞ്ഞു, നിന്നെ ഒരിക്കലും ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കാൻ എണ്ണ തീർന്നാ മതി. മനസ്സിലാകുന്നുണ്ടേ? ഈ സ്ത്രീയുടെ പഴയ കാലത്തെ മുന്നിൽ ഉറപ്പിച്ചു. അവിടെ പാപത്തെക്കുറിച്ച് അവൾക്കൊരു ബോധം വരുത്തി. ഞാൻ ഈ വെള്ളം നിനക്ക് തരാൻ വന്നതാ, തരാം. അല്ല, ഞാൻ ഇത്രയും ബന്ധപ്പാട് സഹിച്ചു വരേണ്ട കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനാ. എന്നെ ഇത്രയും വിവേചിച്ച് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. മശിക വരുമ്പോൾ എല്ലാം വെളിപ്പെടുത്തുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവളപ്പോൾ ആരാധനയിലേക്ക് കയറി. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ മലയിലൊക്കെ ആരാധിക്കുന്ന ആളുകളാണ്. നിങ്ങൾ പറയുന്നു യെരൂശലേമിലാണ് നല്ല ആരാധനയെന്ന് പറയുന്നു. നിങ്ങളങ്ങനെ എല്ലാ കൺവെൻഷനും ഓരോരുത്തരെ വിളിച്ച് വരുത്തി പറയും ആരാധന ഇവിടെ നല്ലതെന്ന്. പക്ഷെ ഞങ്ങളുടെ ആൾക്കാർ പറയും ആരാധന അവിടെ അല്ല, ഇവിടെ നല്ലതെന്ന്. ഞങ്ങളിത് കേട്ട് 2 ഇവിടെ ശരിയെന്ന് വിചാരിച്ച് ഞങ്ങൾ വിഷമിച്ചിരിക്കുക. സ്തോത്രം. എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവരുടെ യോഗത്തിൽ അവർ പറയും അവരുടെ ആരാധന നല്ലതെന്ന്. നിങ്ങളുടെ യോഗത്തിൽ നിങ്ങൾ പറയും നിങ്ങളുടെ യോഗമാ ആരാധന നല്ലതെന്ന്. ഞങ്ങൾ ആരാധിക്കാത്തവരൊന്നുമല്ല, ഞങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
യേശു പറഞ്ഞ എൻ്റെ കുഞ്ഞെ ആ വാക്യം വായിക്കണം. വായിച്ച് നമ്മൾ ദൂത് അവസാനിപ്പിക്കാൻ പോവാം. വേഗത്തിൽ വായിച്ചേ. യേശു അവളോട് ആ മലയിലുമല്ല 21-ാമത്തെ യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ ഒരു മിനിറ്റ് മുന്നോട്ട് പോകുന്നതിന് മുമ്പേ എന്റെ വാക്ക് വിശ്വസിക്ക. എല്ലാവരും പറഞ്ഞേ, ഉപദേശിയുടെ വാക്കല്ല. യേശു അവളോട് ഇന്ന് രാത്രി PC ചെറിയാൻ പറഞ്ഞതോ, ഇന്നലെ വന്ന പ്രിൻസ് റാന്നി പറഞ്ഞതോ, നാളെ വരാൻ പോകുന്ന അഭിഷേകം പറയുന്നതോ അല്ല വിശ്വസിക്കേണ്ടത്. യേശു പറഞ്ഞത് വിശ്വസിക്കണം. യേശു ആരാനെ കുറിച്ച് പറയാൻ പോകാം. ഒന്ന് വായിച്ചു. യേശു അവനോട് എന്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ദൈവത്തെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. അടുത്ത വാക്യം, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. പലരും ആരാധിക്കുന്നുണ്ട്, ആരാധിക്കാത്ത ആരുമില്ല. പക്ഷെ യേശു പറയാണ് നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. ആദ്യം ഇവളോട് എന്താ പറഞ്ഞത്? ഞാൻ ആരാ നീ അറിയണം, നീ ആരാന്നറിയണം, നീ ദൈവത്തിന് ദാനമാണ്, വെള്ളം തരുന്ന ഞാൻ ആരാന്നറിയണം. ആ യേശു പറയാണ് ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. മറ്റു ലോകത്തിൽ ആരും പറഞ്ഞത് വിശ്വസിക്കണ്ട, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. എന്താണ്? ആ മലയിലുമല്ല, എല്ലാവരും പറഞ്ഞേ, ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധന. അടുത്ത വാക്യം, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അടുത്ത വാക്യം, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അടുത്ത വാക്യം, സത്യനമസ്കാരികൾ. ആ വാക്യം ശ്രദ്ധിക്കണം. ഇത് പിതാവായ ദൈവം പറയുന്ന വാക്കാണ്. യേശു പറഞ്ഞ വാക്യം മുമ്പേ വായിച്ചു. ഇനി പിതാവായ ദൈവം പറയുന്ന വാക്യം വായിക്കാൻ പോകുകയാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ആരിച്ഛിക്കുന്നു? ബെന്തിക്കോസിലെ ഉപദേശിയല്ല, തെറ്റിദ്ധരിക്കല്ലേ. നീ ഇങ്ങനെ ആരാധിക്കണമെന്ന് ആരാധന സ്വീകരിക്കുന്ന ദൈവം, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെ ആരാധിക്കണം? സത്യ ആരാധനക്കാർ, സത്യ നമസ്കാരികൾ, ജീവനുള്ള സത്യ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പിതാവ് ആഗ്രഹിക്കുന്ന ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഒന്ന്, നീ ഞാൻ ആരാന്നറിയണം. രണ്ട്, നീ ആരാന്നറിയണം. മൂന്ന്, നിന്റെ പഴയ കാലം നീ ഓർക്കണം. നിന്നെ ഏത് അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് നീ അറിയണം. എന്നിട്ട് നീ ആരാധന എന്താണെന്നറിയണം. കാണുന്നിടത്തെല്ലാം കൊണ്ടുപോയി മെഴുകുതിരി കത്തിക്കുകയും കാണുന്നിടത്തെല്ലാം കൊണ്ടുപോയി നെടുമ്പാട് വീഴുകയും എണ്ണ ഒഴിക്കുകയും മല ചവിട്ടുകയും ഒന്നുമല്ല കുഞ്ഞെ ആരാധന. സത്യനമസ്കാരിക്കൊരു ആരാധന ഉണ്ടെങ്കിൽ അത് സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. എത്ര പേര് രാത്രി അല്ലെങ്കിൽ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് ഹൃദയത്തിൽ ഉറപ്പുള്ളവരൊക്കെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അങ്ങനെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു. എല്ലാവരും പറഞ്ഞേ, ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഒന്ന് വായിച്ചു ദേവാസനെ. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയുടെ പൊരുൾ, ആരാധന ഏറ്റെടുക്കുന്ന സത്യദൈവം വെളിപ്പെടുത്തിയപ്പോൾ അവിടെ ദാഹം തീർന്നു. അവൾ പാത്രം താഴെ വെച്ചു. അതുവരെ ചുമ്മിക്കൊണ്ട് നടന്നത് അവൾ താഴെ വെച്ചു. സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിലെ പെരുന്നാളിന് 3000 ബത്ത് വെള്ളം കൊള്ളുന്ന
12 കാളന്മാരുടെ പുറത്ത് വച്ചിരിക്കുന്ന ഒരു വലിയ വാർപ്പ് കടലുണ്ട്. ആ കടലിൽ 3000 ബത്ത് വെള്ളം കൊള്ളും. ഈ 12 കാളകളുടെ വയറ്റിലേക്ക് ആ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ ഈ വാർപ്പ് കടലിൽ 2000 ബത്താകും വെള്ളം. 1000 ബത്ത് വെള്ളം 12 കാളകളുടെ വയറ്റി വരും. ആ കാളയുടെ വയറ്റി വന്ന 1000 ബത്ത് വെള്ളം കാളകളുടെ വായിക്കൂടെ പുറത്തേക്ക് ഒഴുകുമ്പോൾ 12 ഗോത്രങ്ങളിലെ ജനം, ഓരോ ഗോത്രങ്ങൾ ഓരോ കാളയുടെ വായിക്കലിന് ക്യൂ നിൽക്കുകയാ. വീട്ടിൽ നിന്ന് പെരുന്നാളിന് വന്നപ്പോൾ കൊണ്ടുവന്ന ജാറിനകത്ത് ഈ വെള്ളം നിറച്ചുകൊണ്ട് കയറ്റം കയറി അവർ വരുമ്പോൾ ഉയരത്തിൽ നിന്നുകൊണ്ട് ജീവന്റെ ഉറവ് ഇത് കണ്ടു. ജീവന്റെ ഉറവ് ഇവർ നോക്കിയിട്ട് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ് ജീവന്റെ ഉറവയായ ക്രിസ്തു വെളിപ്പെടുത്തിയെങ്കിൽ പാരമ്പര്യത്തിന്റെ പഴയ കഥ പറഞ്ഞ് നിന്റെ ആത്മീക ജീവിതത്തെ നശിപ്പിച്ചു കളയാതെ എന്റെ പ്രിയ സഹോദര സഹോദരി, നീ ആരെന്നറിഞ്ഞിട്ട്, നീ ആരാധിക്കുന്ന യേശു ആരെന്നറിഞ്ഞിട്ട് നീ അവനോട് ചോദിക്കാൻ തയ്യാറായാൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവൾ പാത്രം താഴെ വെച്ചു. ഒരൊറ്റ ഓട്ടമാണ്. ഇവൾ പോകുന്ന പോക്കിൽ ഭ്രാന്തിയെ പോലെ വിളിച്ചു പറയുകയാണ്, ഞാൻ മശിഹയെ കണ്ടു, മശിഹ എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കണ്ടു. അവർ ചോദിച്ചു, എവിടെ? നൂറ്റാണ്ടുകളായി യഹൂദനും ശമരിയക്കാരും ഗലീലക്കാരും ഒരുപോലെ നോക്കിയിരിക്കുക മശിഹയെ കാണാൻ. അഭിഷക്തനായ ക്രിസ്തുവിനെ കാണാൻ ജനം നോക്കി നിൽക്കുമ്പോൾ ഒരുത്തി വിളിച്ചു പറയുകയാണ്, ഞാൻ മശിഹയെ കണ്ടു. ആരെ കാണാൻ ലോകം കൊതിച്ചിരിക്കുന്നു അവനെ ഞാൻ കണ്ടു, ഞാൻ കണ്ടു. ജനമെല്ലാം ചോദിച്ചു, എവിടെ? അവക്ക് വലിയ ശൈലി പ്രസംഗിക്കാവുന്ന, അവിടെ പറഞ്ഞു വന്നാ കാണിക്കാമെന്ന് പറഞ്ഞു. ജനമെല്ലാം കൂടി ഇവിടെ പുറകെ വന്നു. സ്തോത്രം. പകല് രാവിലെ എല്ലാവരും വെള്ളം കോരുമ്പോൾ വെള്ളം കോരാൻ കുളക്കര വരാൻ ധൈര്യം കാണിക്കാതെ ആരുമില്ലാത്ത സമയത്ത് നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന ഈ സ്ത്രീയെ ലോകം അംഗീകരിച്ചു. അവൾ വിളിച്ചെടുത്ത് ലോകം പുറകെ വന്ന് ശമരിയക്കാർ മുഴുവൻ അവിടെ പുറകെ വന്നിട്ട് ഒന്നിച്ച് യേശുവിൻ്റെ അടുക്ക് വന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്നെ ഇന്ന് രാത്രി വരെ ലോകം അംഗീകരിക്കാത്തൊരു വ്യക്തിയാകട്ടെ, നീ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ലോകം നിന്നെ അംഗീകരിക്കുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശമരിയ പട്ടണം മുഴുവൻ പാപിനിയായ 5 ഭർത്താക്കന്മാരുള്ള 6ാമത്തെ ഭർത്താവ് അല്ലെന്ന് പറഞ്ഞ് കൂടെ താമസിപ്പിച്ച ഒരു സ്ത്രീയുടെ പുറകെ ശമരിയ പട്ടണം മുഴുവൻ വന്നു. അവർ വന്ന് യേശുവിനെ കണ്ടപ്പോൾ പറയണേ, ഇനി നിന്റെ വാക്ക് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുക. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട്? അന്യന്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ പ്രാണപ്രിയനെ, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന, എൻ്റെ ആത്മീക ദാഹം തീർക്കുന്ന, ജീവന്റെ ഉറവിലേക്ക് എന്നെ നടത്തുന്ന എൻ്റെ യേശുവിനെ എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് കൊതിക്കുന്നവര് ആ കരമുയ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രിയരെ, അവൻ ഈ രാത്രി ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ വരെ നീ പാരമ്പര്യം പറഞ്ഞ് യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരിക്കലും നിന്റെ ദാഹം തീരത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്റെ ദാഹം പൂർണ്ണമായി തീർക്കുന്ന ഈ നല്ല കർത്താവിനെ നീ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അവനെ ഒന്ന് അനുഗമിക്കാൻ തയ്യാറായാൽ, അവനെ സത്യത്തിലും ആത്മാവിലും ഒന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, ഇന്ന് രാത്രി വരെ നീ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിന് മേൽ ശാശ്വതമായ പരിഹാരം തരുവാൻ അവൻ മതിയായവനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര ആഴമേറിയ വിഷയമാകട്ടെ, എത്ര ശൂന്യത വരുത്തിയ വിഷയമാകട്ടെ, എത്ര തകർന്ന വിഷയമാകട്ടെ, എത്ര നിരാശയുള്ള വിഷയമാകട്ടെ, ഇന്ന് രാത്രി പ്രശ്നത്തെ പരിഹരിക്കുവാൻ നീ പല വാതിൽ മുട്ടിക്കാണും, പല വഴികളിൽ ചെന്ന് കാണും. എങ്ങും നിനക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ലക്ഷ്യമായവൻ, വഴിയായവൻ, ഉറവയായവൻ നിന്റെ മുമ്പിൽ നിൽക്കുകയെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുമോ? ഞാൻ കാണേണ്ടിയവനെ കണ്ടു, അവൻ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട്, എന്നോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട് അവൻ എൻ്റെ സകല പ്രശ്നത്തിനും മതിയായവനാ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം ആ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ആ കരങ്ങൾ സ്വർഗം ഒന്ന് കാണട്ടെ.
ഓ ഹല്ലേലൂയ. നിന്റെ ശാരീരിക, മാനസിക, ആത്മീക മണ്ഡലങ്ങളിൽ നാളുകളായി ദാഹം ശമിക്കാത്തതുപോലെ നീ പൊരിവെയിലത്ത് ഒരിറ്റു വെള്ളത്തിന് വേണ്ടി യാക്കോബിന്റെ പാരമ്പര്യമുള്ള കിണറ്റിലേക്ക് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നലെ വരെ കാണാത്ത ഒരുവൻ നിനക്ക് വേണ്ടി പ്രതീക്ഷയോടെ അവിടെ കാത്തു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അവന്റെ ക്ഷീണം മാറി, അവന്റെ ദാഹം മാറി, ഇവിടെ ദാഹം മാറി. അവൾ പറഞ്ഞ് ഞാൻ മശിക എന്ന ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവത്തിന്റെ പൈതലെ തലമുറയ്ക്ക് കൈമാറാൻ ഓ ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം എഴുന്നേൽക്കാം. ആ ഉറവ ഉലകത്തിൽ ആർക്കും അടയ്ക്കാൻ കഴിയാതെ പിളർക്കപ്പെട്ട പാറയായി നിനക്ക് ഓടി വന്ന് ദാഹം ശമിപ്പിക്കുവാൻ, നിനക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കുവാൻ കാൽവറിയിൽ നിന്ന് പിളർന്ന ആ പാറയിൽ കൂടെ ആ ഉറവ ഒഴുകുകയാണ്. ഇന്ന് രാത്രിയിൽ നീ ആ ഉറവയിൽ നിന്ന് കുടിക്കണം. നിന്റെ തലമുറ ആ ഉറവയിൽ നിന്ന് കുടിക്കണം. നിന്റെ ഇന്നലകളെ ഒരു നിമിഷം നീ ഓർക്കണം. ഒരു അനുതാപത്തോടെ, ഒരു ഏറ്റുപറച്ചിലൂടെ നീ അവങ്കിലേക്ക് രാത്രി മടങ്ങി വരണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാക്കിയുടെ വരവ് നിൽക്കാം, കേരിതോട് വറ്റാം, സരാപാത്തിലെ വിധവിയുടെ ഭരണി വറ്റാം. പക്ഷേ തട്ടി ഉണർത്തി കടലിൽ മെച്ചുട്ട അടയും. വെള്ളവും ആവർത്തിച്ചു തരുന്നവന്റെ വെള്ളം വറ്റത്തില്ല. അടുത്ത 40 രാവും 40 പകലും നിന്റെ ശുശ്രൂഷ നിവർത്തിക്കുവോളം ഓടുവാൻ കരുത്ത് നൽകുന്ന വെള്ളം അവൻ നിനക്ക് തരും. കാക്കയുടെ വരവ് നിൽക്കട്ടെ. ഓ സരാഫാത്തിലെ ഉറവകൾ വറ്റട്ടെ, കേരിത് വറ്റട്ടെ. പക്ഷെ തട്ടി ഉണർത്തി തരുന്നവന്റെ കരങ്ങൾ വറ്റത്തില്ല. ഇന്ന് രാത്രി അവന്റെ മുഖത്തേക്ക് നോക്കാം, അവന്റെ മുഖത്തേക്ക് നോക്കാം. അവൻ നിനക്ക് മതിയായവനാ, അവൻ നിനക്ക് മതിയായവനാ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ മുഴുവനായിട്ട് അറിയുന്ന ഈ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് നിന്റെ ജീവിതം അനേകരുടെ വിടുതലിന് കാരണമായി തീരട്ടെ. യേശു ആരെന്നറിയാത്തവരോട് യേശു ആരെന്ന് പറയുവാൻ ഈ ശമരിയക്കാര സ്ത്രീയെ പോലെ ഓടാൻ നീ തയ്യാറാകുമെങ്കിൽ ഗിരികളിൽ മേൽ ഓടുവാൻ മാൻപേടെ കാലിന് തുല്യമായ ബലം നൽകി നിന്നെ നിർത്തുവാൻ എന്റെ യേശു മതിയായ എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. നല്ല കർത്താവേ, ഇന്ന് രാത്രിയിൽ വറ്റിപ്പോകുന്ന പൊട്ടക്കിണറുകൾ ഞങ്ങൾ ആശ്രയിക്കാതെ ഒരിക്കലും വറ്റാത്ത ജീവന്റെ ഉറവയിൽ ഞങ്ങൾ ആശ്രയിക്കുവാൻ, ആ ഉറവയെ ധ്യാനിക്കുവാൻ, ഞങ്ങളുടെ ഇന്നലകളെ ഒന്ന് ധ്യാനിച്ചിട്ട് ഞങ്ങൾ എവിടെയായിരുന്നു, ഇന്ന് ഞങ്ങൾ എവിടെയായിരിക്കുന്നു, ഇന്ന് അനുഭവിക്കുന്ന നന്മയ്ക്ക്, അനുഗ്രഹത്തിന് നീ ഒരുവൻ മാത്രമാണല്ലോ കാരണക്കാരനെന്നറിഞ്ഞ് അത് തലമുറകളിലേക്ക് കൈമാറുവാൻ ഉടയവനെ കണ്ടെത്തി ഞങ്ങൾ മടങ്ങുവാൻ ഈ രാത്രി കൃപ ചെയ്യണമേ. അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കർത്താവ് അവരെ സൗഖ്യമാക്കണം. ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ ശാപങ്ങൾ കാൽവറി ചുമന്നൊരു ചരമനാഥന്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ അവരെ സൗഖ്യമാക്കണമേ കർത്താവേ. സൂമിലൂടെ, ഓൺലൈനിലൂടെ, ലൈവായി കാണുന്ന ജീവിതങ്ങൾ ഏത് കഷ്ടതയിലാണെങ്കിലും ഇന്ന് രാത്രി അവർക്കൊരു വിടുതലുണ്ടാകട്ടെ. ദുട്ടപ്പിശാച് കുട്ടിയുടെ ചില വഴികൾ, പെരിസ്ത്യർ മണ്ണിട്ട് പൊടിയിലെ മൂടിയിലെ ഉറവകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തിനായി തുറന്നു വരട്ടെ. അങ്ങയുടെ ജനത്തെ, അങ്ങയുടെ അഭിഷിക്തന്മാരെ, ഇവിടെയുള്ള സഭയെ യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.